സുഭദ്ര ഇരിക്കൂ. കൊന്നു? അതോ എനിക്കറിയണം. കൊല്ലേണ്ടതായിരുന്നു. നിന്നെ ഓർത്ത് കൊന്നില്ല. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ എന്തൊക്കെ കെട്ടുകഥകൾ ചമച്ചു, ഉപജാപങ്ങൾ ചെയ്തു. നിങ്ങളൊരുക്കി കെണിയിലൊന്നും ഞാൻ വീഴാത്തതിന് ഇത്രയും ദ്രോഹം ചെയ്യണോ? പെണ്ണിന്റെ കൊഴുത്ത മേന് കണ്ട് മതിമറക്കുന്നവനല്ല തമ്പി. ഓർമ്മയുണ്ടല്ലോ, നിനക്ക് 10 വയസ്സുള്ളപ്പോ ഞാൻ നിന്നെ മോഹിച്ചു. പിന്നൊരിക്കൽ നീ എതിർത്ത് നിന്നപ്പോ ഞാൻ ഇട്ടേച്ച് പോന്നത് നിന്റെ കരുത്തോ കരച്ചിലോ കണ്ടിട്ടല്ല, നീ വരുമെന്ന പ്രതീക്ഷയിൽ. ഇപ്പോ ഈ തന്റെ അടുത്ത് നിന്നെ കട്ടിലേക്ക് വലിച്ചിടാത്തത് എന്റെ മര്യാദ കൊണ്ടാ. ഇനി ആലോചിക്കാൻ നിനക്ക് സമയമുണ്ട്. എന്റെ പുരുഷന്റെ കൊലക്കുറി നിങ്ങൾ എടുത്തപ്പോൾ പടയിൽ ജയിച്ചു വരാൻ കാവൽ വിളക്ക് നേർന്നവളാണ് ഞാൻ. സത്യമില്ല, മാനമില്ല, ഭയമില്ല. എന്നിട്ടും രാജ്യം കൊതിക്കുന്നു. നിങ്ങൾ ഒന്നുമാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിക്കോളൂ. ക്ഷത്രിയനാകാനുള്ള മഹാദാനത്തിൽ ഇതും കൂടി ആയിക്കോട്ടെ. എനിക്കൊന്നേ അറിയണ്ടു, എന്റെ പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ? കണ്ടെത്തും വരെ ഈ തീയണയില്ല. അതിനായി സുഭദ്ര ഏത് വേഷവും കെട്ടും. ഞാനൊന്നും ആകരുതേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കേ. വരമായി ദാ നിന്റെ മാനം ഞാൻ തിരിച്ചു തരുന്നു. ഈ നേരം നിന്നോട് എനിക്ക് എന്തുമാകാം. പക്ഷേ നീ എന്റെ അടുക്കൽ വരുന്നത് വരെ വേണ്ട. കാട് മുഴുവൻ അരിച്ചിട്ടും അയാളെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വേൽക്കാരെ കൊണ്ട് എന്ത് പ്രയോജനം? ആരാവനെ അകത്തേക്ക് കടത്തിവിട്ടത്? ഓ പിടിച്ചു കേട്ടവനെ. ഇവനെ നമുക്ക് വേണം. கோயில் பள்ளி ஏதடா குறித்து நின்றதேதடா
கோயில் பள்ளி ஏதடா குறித்து நின்றதேதடா வாயினால் வழங்கி நின்ற மந்திரங்களேதடா வாயினால் வழங்கி நின்ற மந்திரங்களேதடா ஞானமான கோயிலில் நன்மையாய் வணங்கினால் காயமான கோயிலில் காணலாம் இறைவனே കായമാന കോയിലിൽ കാണലാം ഇറൈവനേ. അമ്മാവന്റെ അവിടെ തകർത്തു കേട്ടു. ഓ, എന്നെ പേടിപ്പിക്കാനാണെങ്കിൽ സുഭദ്ര പേടിക്കില്ല. എനിക്ക് കൂട്ടിനാണെങ്കിൽ അത് വേണ്ട. ടൺ 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 നിന്നെ ഇന്ന് തമ്പിയുടെ വീട്ടിലെ ഇടവഴിയിൽ കണ്ടു. ആശാരി തങ്കന്റെ കുടിയുടെ മുന്നിൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോ നീ എന്റെ പിന്നാലെ ഉണ്ടെന്നറിഞ്ഞു. എന്താ നിനക്കിന്ന് ഇവിടെ വരാൻ തോന്നിയത്? നീ ഇരിക്കെ. എവിടെയാ നിന്റെ ഉറക്കം? വേണമെങ്കിൽ പുറത്തെ ചായ്പിൽ കിടന്നോ. നിന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മതിച്ച കൊമ്പനെ മുട്ടുകുത്തിച്ചത്, കയത്തിൽ താണ മീനാക്ഷിയുടെ കുഞ്ഞിനെ രക്ഷിച്ചത്, അമ്മാവന്റെ മാളികയിൽ കയറ് പൊട്ടിച്ചത്. എല്ലായിടത്തും ചുറ്റി നടക്കുന്ന നിനക്ക് എനിക്കായൊരു ഉപകാരം ചെയ്യാമോ? എന്റെ ആളിനെ നീ എവിടെയെങ്കിലും കണ്ടോ? കല്ലാലെ കോട്ടൈ കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും കല്ലാലെ കോട്ടൈ കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും കാലനുടയാളു വന്നാൽ കണ്ടില്ലെന്നാൽ വിടുവാരോ കാലനുടയാളു വന്നാൽ കണ്ടില്ലെന്നാൽ വിടുവാരോ കണ്ടില്ലെന്നാൽ വിടുവാരോ. പൊയ്ക്കോ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഞങ്ങൾ നാണിപ്പിച്ച് അടങ്ങുമല്ലേ? കുലടേ, അമ്മായി മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മായി ഏരപ്പേ, കണ്ട ഭ്രാന്തന്റെയും ചാന്നാന്റെയും കൂടെ ഉറങ്ങുന്ന നിനക്ക് ഞാൻ അമ്മായിയോ? ഇനിയും നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ? നാണം കരുത്തി തല താഴ്ത്തിച്ചില്ല നീ. കെട്ടിയാൻ ഇട്ടെറിഞ്ഞു പോയിട്ട് മാസം 1 തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് കണ്ട ചാന്നാനെ മറവനെ വീട്ടിൽ കിടത്തി പൊറുപ്പിക്കുന്നല്ലേ? അമ്മാവന്റെ കൈകൊണ്ട് നിന്റെ കഴുത്തിറക്കും മുമ്പ് എങ്ങോട്ടെങ്കിലും ഓടിപ്പൊയ്ക്കോ. സുഭദ്ര ചീത്തയാണ്, സമ്മതിച്ചു. ഇനി വായടച്ചില്ലെങ്കിൽ മഹാപ്രയാകും. അമ്മായിയുടെ മഹത്വത്തെ പറ്റി നാട്ടുകാരി പറയും. എങ്ങോട്ടാ? ഇത്ര ഭീരുവാണോ നീ? എന്നെ വിട്ട് പോവില്ലെന്ന് സത്യം ചെയ്തതല്ലേ? ഭർത്താവിനെ എന്റെ അടുക്കൽ എത്തിക്കാമെന്ന് വാക്ക് തന്നതല്ലേ? അതും വേണ്ടെന്ന് വെച്ചോ? ഓ, ഞാൻ ആരോടായി സംസാരിക്കുന്നത്? സുഭദ്രയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായി കൂടെപ്പിറപ്പിനെ പോലെ വിശ്വസിക്കാമല്ലോ. അത് വേണ്ടെന്നാണെങ്കിൽ പൊയ്ക്കോ. സത്യത്തിൽ നീ ഭ്രാന്തനാണോ? വേണ്ട, നീ ഭ്രാന്തനായിരുന്നാൽ മതി. അച്ഛൻ
അച്ഛന്റെ മുഖം എനിക്ക് ഓർമ്മയില്ല. എന്നെ കാണാൻ വന്നിട്ടില്ല. അച്ഛനൊരു മകനുണ്ടെന്ന് കേട്ടു. അയാളെ എനിക്കറിയില്ല. ഞാനൊരാളെ ഇഷ്ടപ്പെട്ടു. അയാളും എന്നെ ഒറ്റയ്ക്കാക്കി. മറ്റുള്ളവർ എന്റെ ശരീരം കൊതിക്കുന്നവരാണ്. നീ എന്റെ മുന്നിൽ എപ്പോഴും ഭ്രാന്തനായിരുന്നാൽ മതി.